Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലേസറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഒന്ന് ആക്റ്റീവ് മീഡിയം ടു സപ്പോർട്ട് പോപ്പുലേഷൻ ഇൻവേഷൻ, 2 ഒപ്റ്റിക്കൽ പമ്പിംഗ് മെക്കാനിസം, 3 ക്യാവിറ്റി റെസനേറ്റർ അല്ലേ. അപ്പം ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഒരു ലേസറിൻ്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു ത്രെഷോൾഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമുക്ക് ഒരു ലേസറിൻ്റെ ഒരു പ്രിൻസിപ്പിൾ പറയുന്ന സമയത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിൽ ബി ഹാവിങ് an active medium which is kept in between the 2 reflecting mirrors, R1 and R2. R1 is completely silvered, or it is a highly efficient mirror with the reflectivity R1, and R2 is partially silvered, partially reflecting and partially transmitting mirror, and the output of the laser is coming through the second mirror. ഓക്കെ, സെക്കൻഡ് മിററിൻ്റെ റിഫ്ലക്റ്റിവിറ്റി എന്ന് പറയുന്നത്, അതായത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവ്. ഓക്കെ, അതിലേക്ക് വന്ന് വീഴുന്ന ലൈറ്റിനെ എത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്യുന്നു, എത്ര ശതമാനത്തോളം റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് റിഫ്ലക്റ്റിവിറ്റി എന്ന് പറയുന്നത്. അത് സെക്കൻഡ് മിററിൻ്റെ റിഫ്ലക്റ്റിവിറ്റി R2 ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഈ 2 മിറേഴ്സിനിടയ്ക്ക് ആക്റ്റീവ് മീഡിയം ഉണ്ട്, വിച്ച് ക്യാൻ ബി ഗ്യാസ് or a liquid or a solid state active medium. അപ്പോൾ ഇവിടെ ഫോട്ടോൺസ് R1 R2 ഇടയ്ക്ക് ഷട്ടിൽ ചെയ്യുന്നു. ഇപ്പോൾ ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടാവും. ആ ടു ആൻഡ് ഫ്രോ മോഷൻ നടക്കുന്ന സമയത്ത് there will be a population inversion occurring inside the medium. population inversion ഒരു ഡെഫിനറ്റ് ആയിട്ടൊരു സ്റ്റേറ്റിൽ എത്തുന്ന സമയത്ത് you will be having a laser output coming up അല്ല. ഒരു സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുന്നു. സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കുന്ന സമയത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നു വിത്ത് ദ എമിഷൻ ഓഫ് എ ഫോട്ടോൺ. ഓക്കെ, ആൻഡ് ദിസ് പ്രോസസ് ഇസ് ട്രിഗേർഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോട്ടോൺ അല്ല. ഈ ഷട്ടിൽ ചെയ്യുന്ന ഫോട്ടോൺസ് ആണ് ഈ സ്റ്റിമുലേറ്റഡ് എമിഷനെ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കുന്നു. In order to generate the radiation, this amplifying medium or laser medium is placed in an optical resonator. അപ്പോൾ ഈ ഇതിന് പറയുന്ന പേരാണ് ഒപ്റ്റിക്കൽ റെസനേറ്റർ. അപ്പോൾ റേഡിയേഷൻ വിൽ ബി ബൗൺസിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ബിറ്റ്വീൻ ദ മിറേഴ്സ് ആൻഡ് ഈസ് ആംപ്ലിഫൈഡ് ബൈ ദ മീഡിയം. But during this oscillation, the photon may suffer some losses due to imperfections in the cavity അല്ലേ. ഓൾസോ ഡ്യൂ ടു ഫൈനൈറ്റ് റിഫ്ലക്റ്റിവിറ്റി. ഇപ്പം 100% ഒരു മിററിൽ വന്ന് വീഴുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യില്ല, കുറച്ച് നഷ്ടപ്പെട്ടു, സ്കാറ്ററിങ് ലോസസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഡിഫ്രാക്ഷൻ ലോസസ് ഉണ്ടാവും, മെനി അതർ ലോസസ് വിൽ ബി ദെയർ. ഓക്കെ, അപ്പം ഇതിലൂടെ ഷട്ടിൽ ചെയ്യുന്ന ഫോട്ടോൺസിന് കുറച്ച് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷേ അപ്പം നഷ്ടം സംഭവിക്കുക എന്ന് പറയുമ്പം അത് ഓസിലേഷൻ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അപ്പം നഷ്ടം മാത്രമല്ല സംഭവിക്കുന്നത്, ഗെയിന് നടക്കുന്നുണ്ട് ഡ്യൂ ടു ദ ഇൻ്റർഫറൻസ് ബിറ്റ്വീൻ ദ ബാക്ക് ആൻഡ് ഫോർത്ത് ഷട്ടിലിംഗ് ഫോട്ടോൺസ്. അപ്പോൾ ആ ഗെയിന് നടക്കുന്നുണ്ട്, ലോസ് നടക്കുന്നുണ്ട്. അപ്പം ഈ ഓസിലേഷൻസ്, ഫോട്ടോൺസിൻ്റെ ഓസിലേഷൻ സസ്റ്റെയിൻ ചെയ്യണം, നിലനിന്ന് പോകണമെങ്കിൽ യു വിൽ ബി ഹാവിങ് you will be requiring a minimum population inversion density to overcome the losses, and this is called a threshold population inversion. അതായത് ഈ ഓസിലേഷൻ, ഫോട്ടോൺസിൻ്റെ ഓസിലേഷൻ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ യു റിക്വയർ എ മിനിമം പോപ്പുലേഷൻ ഡെൻസിറ്റി. അതായത് പോപ്പുലേഷൻ ഇൻവേർഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഇൻവേർഷൻ നടക്കുന്ന സമയത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആറ്റത്തിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ കൂടുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിനെക്കാട്ടിലും കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ കൂടുന്നത് ഒരു നിശ്ചിത അളവിൽ കൂടിയാൽ മാത്രമേ ഈ ലോസസ്, ഈ ഫോട്ടോൺസിന് ഉണ്ടാകുന്ന നഷ്ടത്തെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് അതിലുള്ള ഓസിലേഷൻസ് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു പ്രോസസ്സ് കാണിച്ചിട്ടുണ്ട്. 2 മിറർ വിത്ത് റിഫ്ലക്റ്റിവിറ്റി R1 ആൻഡ് R2, ദേ ആർ കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് D. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗെയിൻ കോഎഫിഷ്യൻറ്റ്, അതായത് ഇൻ്റർഫറൻസ് നടക്കുന്ന സമയത്ത് ഫോട്ടോൺസ് ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ആംപ്ലിഫൈ ചെയ്യുന്നതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഗാമയാണ്. അറ്റന്യൂഷൻ കോഎഫിഷ്യൻ്റ് ആൽഫയാണ്. അറ്റന്യൂഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോൺ നഷ്ടപ്പെടുന്നതിൻ്റെ റേറ്റ്.
നഷ്ടം പലതരത്തിലുണ്ടാവാം, സ്കാറ്ററിങ് ലോസസ് ആവാം. പക്ഷെ റിഫ്ലക്റ്റിവിറ്റി ഒഴിച്ച് ബാക്കി എല്ലാ ലോസസിലും ഉണ്ടാവുന്ന വ്യത്യാസം, അതായത് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആൽഫാണ്. റിഫ്ലക്റ്റിവിറ്റി നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫൈനൈറ്റ് റിഫ്ലക്റ്റിവിറ്റി. ഓക്കെ, നൗ ഈ പ്രോസസ്സ് ശ്രദ്ധിച്ചാൽ അറിയാം. ആദ്യം ഒരു ഫോട്ടോൺ ലെഫ്റ്റ് മിററിൽ നിന്ന് റൈറ്റ് മിററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് അസ്യൂം ചെയ്യുക. അപ്പം ഇനീഷ്യലി ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി I0 ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ പാത്ത് കവർ ചെയ്യുന്ന സമയത്ത് d ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്യും. എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യും? ഒന്ന്, ഡ്യൂ ടു മെനി ലോസസ് ഇൻ ദ ക്യാവിറ്റി, ആൻഡ് ഓൾസോ ദിസ് ലൈറ്റ് വിൽ ബി ആംപ്ലിഫൈഡ് ബൈ ദി ആംപ്ലിഫൈങ് മീഡിയം. അപ്പോൾ ആംപ്ലിഫൈ ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ e⁻⁴ ആണ്. ലോസ് ചെയ്യുന്ന റേറ്റ് e⁻⁴ ആണ്. ആൽഫ എൽ ഈസ് ദി ആൽഫ 1 അല്ല, ഇത് ആൽഫ എൽ ആണ്. is represent the average loss per unit length due to all loss mechanism other than the finite reflectivity. All loss mechanism എന്ന് പറഞ്ഞാൽ there will be scattering losses and diffraction losses due to finite mirror size. ഓക്കെ, എഡ്ജിലൊക്കെ വന്ന് വീഴുകയാണെങ്കിൽ ഫോട്ടോൺ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനത്തെ എഫക്ട്സിൻ്റെ ഒക്കെ റേറ്റ് ആണ് ആൽഫ 1. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഒരു റേഡിയേഷൻ I0 ഇൻറ്റൻസിറ്റിയുള്ള റേഡിയേഷൻ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ലെഫ്റ്റ് മിററിൽ നിന്ന് റൈറ്റ് മിററിലേക്ക് d ലെങ്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് e⁻⁻d ഗെയിൻ ചെയ്യും. അപ്പം അതിൻ്റെ ഇൻറ്റൻസിറ്റി ആംപ്ലിഫൈ ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് e⁻⁻d ആണ്. ലോസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ e⁻⁻⁰ ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ I0 ഇവിടെ എത്തുമ്പോൾ ഉള്ള ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ I0 e⁻⁻d മൈനസ് α1d. അതങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ ഒരു ഫോമിൽ എഴുതും. എന്നിട്ട് ഇവിടെ വന്ന് വീഴുന്ന ഇത്ര ഇൻറ്റൻസിറ്റിയിൽ വന്ന് വീഴുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റിഫ്ലക്റ്റിവിറ്റി, ഇതിൽ വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ ഇത്ര ശതമാനമാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ R2 ആണ് അതിൻ്റെ റേറ്റ്. ഓക്കെ, അപ്പോൾ വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ R2% അത് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, സോ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി പറഞ്ഞാൽ R2 × I0 e⁻⁻⁴ d ആണ്. ഓക്കെ, റിഫ്ലക്റ്റ് ചെയ്ത് ഇത്രയും ലെങ്ത് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് അഗെയിൻ ഇറ്റ് ലോസസ് e⁻⁻d ആൻഡ് it gains e⁻⁻d and losses e⁻⁴ d. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ R2 I0 e⁻²γd and e⁻⁴ d ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് വീണു. അപ്പോൾ ഇതിൻ്റെ റിഫ്ലക്റ്റിവിറ്റി R1 ആണ്. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റി R2 R1 I0 പിന്നെ ഈ ഒരു ഫാക്ടർ. ഓക്കെ, ഈ ഒരു ഫാക്ടർ മൾട്ടിപ്ലൈഡ് ബൈ R1 ആയിരിക്കും ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി. ഇത് ഓരോ തവണയും ഇത് ബാക്ക് ആൻഡ് ഫോർത്ത് ആയിട്ട് ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇൻറ്റൻസിറ്റി ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു ഇൻറ്റൻസിറ്റി നിലനിർത്തണമെങ്കിൽ, അതായത് ഒരു സ്റ്റാൻഡിങ് വേവ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ യു നീഡ് എ മിനിമം പോപ്പുലേഷൻ ഇൻവേർഷൻ. അപ്പോൾ അതിനുള്ളൊരു എക്സ്പ്രഷനാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലേസറിൻ്റെ ഓസിലേഷൻ നടക്കണമെങ്കിൽ എന്തായിരിക്കണം? ഈ ഇൻറ്റൻസിറ്റി, അതായത് ഒരു റൗണ്ട് ട്രിപ്പ് നടന്നു കഴിയുമ്പോഴുള്ള ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. 1-നേക്കാട്ടിലും കൂടുതലായിരിക്കും. ഇത് കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇൻറ്റൻസിറ്റി ഗ്രാജുവലി കുറഞ്ഞ് വന്നിട്ട് ലേസർ ഓസിലേഷൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഒരു റൗണ്ട് ട്രിപ്പ് നടന്നു കഴിഞ്ഞാൽ, റൗണ്ട് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തു നിന്ന് പുറപ്പെട്ടു, ഇവിടെ എത്തി, ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്തു, ഇവിടെ എത്തി. അപ്പോൾ ഇതാണ് ഒരു റൗണ്ട് ട്രിപ്പ്. ഓക്കെ, ആ റൗണ്ട് ട്രിപ്പ് നടന്നു കഴിയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഇൻറ്റൻസിറ്റിയെ ബാധിക്കുന്ന ഈ ഫാക്ടർ, ഇൻറ്റൻസിറ്റി അല്ല, ഇൻറ്റൻസിറ്റിയുടെ ഇവിടെ ഈ ഫാക്ടർ, ഇൻറ്റൻസിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഈ ഫാക്ടർ എപ്പോഴും 1-നേക്കാട്ടിൽ കൂടുതലായിരിക്കും. ഓക്കെ, ഈക്വൽ ആവുന്ന സമയത്ത് യു വിൽ ബി ഹാവിങ് എ ത്രെഷോൾഡ് കണ്ടീഷൻ, ത്രെഷോൾഡ് വാല്യൂ ഫോർ ആൽഫ. ഓക്കെ, ആൽഫ എന്ന് പറഞ്ഞാൽ ലോസ് ചെയ്യുന്ന അറ്റുനേഷൻ കോഎഫിഷ്യൻ്റ് ആണ് ആൽഫ, ക്യാവിറ്റിയുടെ അറ്റുനേഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ഓക്കെ, ഇനി ഇത് 1-നേക്കാട്ടിൽ കൂടുതലായാൽ എന്താ സംഭവിക്കുക? ഇൻറ്റൻസിറ്റി ഇങ്ങനെ പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കും. കൂടിയിട്ട് ലേസർ ഒരു സാച്ചുറേഷൻ എഫക്റ്റിലേക്ക് പോകും. സാച്ചുറേഷൻ എഫക്റ്റിലേക്ക് പോകുന്ന സമയത്ത് അഗെയിൻ ദ പോപ്പുലേഷൻ ഇൻവേർഷൻ കുറയുന്ന സമയത്ത്
വീണ്ടും ഇതൊരു ബാലൻസ്ഡ് ആയിട്ട് പോവുകയാണ് ചെയ്യുക. ഓക്കെ, പോപ്പുലേഷൻ ഇൻവേർഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്യും. അങ്ങനെ വീണ്ടും ഈ ഈക്വാലിറ്റി സൈൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് പോകും. ഓക്കെ, ഇനി ഇവിടെ ഈ രണ്ട് സൈഡിൽ ലോഗരിതം എടുക്കുക. ലോഗരിതം എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് ഗാമ ഈക്വൽ ടു ഗാമ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ 1 മൈനസ് 1/2d Ln natural logarithm R1 and R2. R1 and R2 are the reflectivity of the two mirrors. ഓക്കെ, അപ്പം ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന ക്യാവിറ്റിയുടെ പാരാമീറ്റേഴ്സിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പാസീവ് പാരാമീറ്റേഴ്സാണ്. പാസീവ് എന്ന് പറഞ്ഞാൽ ആ ക്യാവിറ്റി ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ള പാരാമീറ്റേഴ്സാണ്. ആൽഫ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പാരാമീറ്ററാണ്. അതിൻ്റെ ലോസസ് ഒക്കെ ലോസ് ചെയ്യുന്ന റേറ്റാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പാരാമീറ്ററാണ്. ഇവിടെ ഡി എന്ന് പറഞ്ഞാൽ മിറേഴ്സിനിടയ്ക്കുള്ള ഡിസ്റ്റൻസും R1 R2 റിഫ്ലക്റ്റിവിറ്റിയും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി പാസീവ് ക്യാവിറ്റി പാരാമീറ്റേഴ്സ്. ക്യാവിറ്റിയുടെ പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം ഈ പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ദിസ് ക്യാൻ ബി റിലേറ്റഡ് ടു ദ പാസീവ് ക്യാവിറ്റി ലൈഫ് ടൈം. ഇപ്പോൾ പാസീവ് ക്യാവിറ്റി ലൈഫ് ടൈം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ it is the time in which energy in the cavity are reduced by factor 1/e. അതായത് ഒരു ക്യാവിറ്റിയിലുള്ള എനർജി 1/e ടൈംസ് റെഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ടൈമിനെയാണ് ക്യാവിറ്റി ലൈഫ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആംപ്ലിഫിക്കേഷൻ ഈ ക്യാവിറ്റിയിൽ, അതായത് ഇതാണ് ക്യാവിറ്റി, ഈ ക്യാവിറ്റിയിൽ ആംപ്ലിഫിക്കേഷൻ ഗെയിൻ ഇല്ലാത്തൊരവസ്ഥയിൽ അതിൻ്റെ intensity reduce ചെയ്യുന്ന factor, the intensity of at a point reduced by a factor R1 R2 e raised to minus alpha 1 d ആണ്. ഓക്കെ, അപ്പോൾ ഗാമ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കും? R1 R2 e raised to minus 2 alpha l d ആണ് intensity reduce ചെയ്യുന്ന factor. അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പം ഇവിടെയുള്ള പ്രത്യേകത പറഞ്ഞാൽ R1 R2 മാറിയിട്ട് നമുക്ക് എക്സ്പോണൻഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി 1 റൗണ്ട് ട്രിപ്പ് ടൈം കറസ്പോണ്ട് ടു, അതായത് 1 റൗണ്ട് ട്രിപ്പ് ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, റൈറ്റിലെത്തി, റൈറ്റിൽ നിന്ന് തിരികെ ഇവിടെ എത്താൻ വേണ്ട ടൈമാണ് 1 റൗണ്ട് ട്രിപ്പ് ടൈം. അപ്പോൾ ഈ റൗണ്ട് ട്രിപ്പ് നടക്കുന്ന സമയത്ത് ഫോട്ടോൺസ് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? 2d ഡിസ്റ്റൻസ് സഞ്ചരിച്ചിട്ടുണ്ടാവും. ഒന്ന് ഇങ്ങോട്ട് d സഞ്ചരിച്ചു, തിരിച്ച് ഇങ്ങോട്ട് d സഞ്ചരിച്ചു. ഓക്കെ, അതിൻ്റെ ഫോട്ടോണിൻ്റെ വെലോസിറ്റി എത്രയാണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ലേസിംഗ് മീഡിയം. ഇവിടെ ലേസിംഗ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെലോസിറ്റി പറഞ്ഞാൽ c/, അതായത് ലൈറ്റിൻ്റെ വെലോസിറ്റി ഇൻ വാക്വം ഡിവൈഡഡ് ബൈ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണോ അത്രയാണ് അതിൻ്റെ വെലോസിറ്റി. അപ്പം സോ റൗണ്ട് ട്രിപ്പ് ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? റൗണ്ട് ട്രിപ്പ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാണ്? 2d ആണ്. ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ എന്നുള്ളൊരു സിമ്പിൾ ഉണ്ട്, അതിവിടെ മിസ്സിംഗ് ആണ്. c/n0. n0 is the refractive index of the laser active medium or lasing medium or amplifying medium. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ 2d n0/c. അപ്പോൾ ഇതാണ് റൗണ്ട് ട്രിപ്പ് ടൈം. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യാണ് ഒരു ക്യാവിറ്റിയിലുള്ള എനർജി e⁻t/tc അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടൈമാണ്, അല്ലെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് ക്യാവിറ്റി ലൈഫ് ടൈം. ഓക്കെ, എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് എനർജി ഡിക്രീസ് ചെയ്യുന്നതെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിൽ ഈ ഒരു ടൈമിൽ എത്ര റെഡ്യൂസ് ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ ടിക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ e⁻2d n0/c tc. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫാക്ടറും ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഫാക്ടറും ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് ക്യാവിറ്റി ലൈഫ് ടൈമിന് ഒരു എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, ദിസ് യു ക്യാൻ സിംപ്ലിഫൈ യൂസിങ് ദിസ് 4.26 ഇക്വേഷൻ. 4.26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനാണ്. സോ ഈ ഇക്വേഷനിൽ g⍵ എന്ന ലൈൻ ഷേപ്പ് ഫംഗ്ഷനാണ്. n1 n0 എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ആൽഫ അറ്റുനേഷൻ കോഎഫിഷ്യൻറ്റ്, ഇത് ഗെയിൻ കോഎഫിഷ്യൻ്റ് ആണ്. ഓക്കെ, നൗ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ you will get n2 minus n1 greater than or equal to 4 square n0 cube tsp/c cube tsp/tc 1/g⍵ എന്ന് കിട്ടും. ഓക്കെ, ഇക്വാലിറ്റി സൈൻ
give you threshold population inversion density. ഇവിടെ N1 എന്ന് പറയുന്നത് the number density of the first energy level ആണ്, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ് എന്ന് വെച്ചാൽ number of atoms per unit volume, and N2 is the number of atoms per unit volume or the number density of the second energy level ആണ്. Nu is the frequency and N0 is the refractive index of the lasing medium. TSP is the spontaneous lifetime of the atom in the excited state, and TC is the cavity lifetime, and G omega is the line shape function. Okay, now this equation, this equality of this equation, okay, so there are actually two operations here, or it's an inequality. So when it becomes equal, we will get the threshold population inversion density required for the oscillation of the laser. So this equation is very important, so you have to remember this equation. Okay.